പെരിന്തൽമണ്ണയ്ക്കടുത്ത് പരിസ്ഥിതി ദുർബല പ്രദേശത്ത് ചിലർ അന്യായം കാണിക്കുന്നു. കാഴ്ചയ്ക്ക് രമണീയമാണ് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കരുവമ്പാറ ഗ്രാമത്തെ കടാക്ഷിക്കുന്ന തെക്കൻമല. പരിസ്ഥിതി ദുർബല പ്രദേശമാണ്. ഇവിടെ നാട്ടുകാരോട് മറ്റു കാരണങ്ങൾ പറഞ്ഞ് കുറെ പേർ ഭൂമി കൈവശപ്പെടുത്തി. അവരുടെ ഉദ്ദേശം പാറമടകൾ ഉണ്ടാക്കുകയാണെന്നറിഞ്ഞില്ല. 500 കുടുംബങ്ങൾ താഴെ താമസിക്കുന്നു. മുകളിൽ ഉഗ്ര സ്ഫോടനങ്ങൾ. വെള്ളമില്ല, മലയാകെ പൊട്ടി ഞങ്ങളുടെ പറമ്പിലോട്ട് കല്ല് വരിക, ചെറിയ കുട്ടികൾക്ക് വിരക്കകത്ത് കിടക്കാൻ പാടില്ല, ജനലെല്ലാം കിടുകിട പൊട്ടുക. അവരാണെങ്കിലും നിർത്തുന്നുമില്ല. എത്രയെങ്ങാനും 71 വയസ്സായില്ലേ, ഇനി എങ്ങോട്ടാ പോകണത്? ഈ സ്ഥലമൊന്നും ഇല്ലാത്തടത്ത് അവർ പറഞ്ഞാൽ അവർ നിർത്തിയാൽ അവർ ഞങ്ങളെ പള്ളിക്കുത്തുകാരെ വെള്ളം കുടിപ്പിക്കുകയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പള്ളിക്കുത്തുകാരുടെ വെള്ളം അവരുടെ കയ്യിലായിരിക്കുന്നത് ആണോ? അല്ലല്ലോ. എന്താ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാതിരിക്കാൻ ഈ മല പൊട്ടിച്ചിട്ടോ? ഞങ്ങളുടെ മേൽവശത്താണ് ഈ മല, വേറെ എങ്ങോട്ടും പോകണ്ട. ഞങ്ങൾ ഈ കണ്ട 500 കുടിക്കാറുണ്ട്. ആരെ കൊണ്ടും കുടിപ്പിക്കുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇപ്പം അവരോടിപ്പം നമുക്ക് പണക്കാരോട് നേടി നിൽക്കാൻ പറ്റുമല്ലോ. അവർ പണച്ചാക്കുള്ളവർ, നമ്മൾ വെറും കൂലി വേല അന്നന്ന് എടുത്തോണ്ട് വന്ന് കഴിക്കുന്ന ആൾക്കാരാണ് അല്ലേ. കോറി ഇതിപ്പോ ഞങ്ങൾ ഇതിനെപ്പറ്റി കുറെ സമരങ്ങളും ഇതൊക്കെ നടത്തി. ഇപ്പൊ പട്ടികജാതി ഓഫീസിലും ഡൽഹിയിലും എല്ലാ കേന്ദ്രങ്ങൾക്കും കൊടുത്തു. അപ്പോൾ അതിനൊന്നും ഒരു പരിഹാരം ഇതുവരെ കാണുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും ബുദ്ധിമുട്ടാണ്. ഒരുപാട് വീടുകൾ ഇതിന്റെ താമസിക്കുന്ന ആൾക്കാരും, പട്ടികജാതി കോളനി തന്നെ 2 ഉണ്ട്. പിന്നെ അതിന്റെ ഇടയിൽപ്പെട്ട ഒരുപാട് ആൾക്കാർ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ കോറി ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രയാസമാണ്. പിന്നെ തൊട്ടടുത്ത് തേരക്കാട് ഇതേപോലെ ഒരു പോപ്സറിന്റെ ഒരു കമ്പനി ഉണ്ട്. ഇതിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ കണ്ട് ഇതുണ്ടാവുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് ഭയങ്കര പ്രയാസമുണ്ട്. ഒരു വീട്ടിലെങ്കിലും ശ്വാസം മുട്ടുള്ള ഒരു വ്യക്തിയെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ ബാധിതമായ ഒരു വീടെങ്കിലും ഒരാളെങ്കിലും ഇല്ലാതെ ഉണ്ടാവില്ല എന്നുള്ളതാണ് പഠനം ഞങ്ങളെ പഠിപ്പിച്ചത്. എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ അപ്പുറത്ത് കോറി ഒരു ക്രഷർ നടക്കുന്ന സ്ഥലം ഇപ്പോൾ അവർ പരാജയപ്പെട്ടു, അതായത് കംപ്ലീറ്റ് പൊളിച്ചിറക്കി പോയി. ആ സമയത്ത് അവർ തുടങ്ങുന്ന സമയത്ത് അവിടെ കോറിയും ക്രഷർ നടക്കുന്ന സമയത്ത് അവിടെ വീടുകൾ കുറവാണ്. ഇപ്പോൾ അവിടെ ആ അവസ്ഥയിൽ പറഞ്ഞാൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ പോലും കട്ടിളകൾ ചുമരുമെന്ന് വിണ്ട് കീറി നിൽക്കുന്ന സ്ഥലങ്ങൾ ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവം ഞങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിയല്ലേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് നിയമം നിറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ട് ഞങ്ങൾ കാര്യമില്ല. ഞങ്ങളെ സമയത്തോളം 3 സെന്റ് 4 സെന്റ് സ്ഥലം വാങ്ങി വീട് വെച്ച് താമസിക്കുന്നവരാ. ഞങ്ങളെ സമയത്തോളം മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറി പാർക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പറ്റി വളർന്ന നമ്മളെ പ്രസവിച്ച് വളർന്ന സ്ഥലം ഏരിയയാണിത്. അതുകൊണ്ട് നമുക്ക് ഒരു കാരണവശാലും അധികപ്പറ്റ് എന്ന് പറയുന്നത് വരുന്നു കൂടുന്നവർ പോകാന്നല്ലാതെ ഞങ്ങളെ സമയത്തോളം ഞങ്ങൾ പോകാൻ ഒരു കാരണവശാലും തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ സ്ഥലം വിട്ടു പോകില്ല എന്ന് നാട്ടുകാർ പറയുമ്പോൾ അതിന് ഒരർത്ഥമേ ഉള്ളൂ, അവർ സ്ഥലം വിട്ടു പോകില്ല എന്ന് തന്നെ. ഇവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കളി നടത്തിയത് എന്ന് എല്ലാവർക്കും ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശം കുറെ പ്രൈവറ്റിന്റെ സ്വകാര്യ വ്യക്തികളുടേതായിരുന്നു. അങ്ങനെ അവർ വളരെ സമർത്ഥമായി മെഡിക്കൽ സിറ്റി എന്ന വ്യാജേന ഒരുപാട് സ്ഥലം വളരെ കുറഞ്ഞ വിലക്ക് സ്വന്താക്കി. ഒരു 100ഓളം ഏക്കർ സ്ഥലമുണ്ട്. അങ്ങനെ അവർ ഇത് ഏകദേശം കൈക്കലായി എന്ന് കണ്ടപ്പോൾ ഇവിടെ മെഡിക്കൽ സിറ്റി എന്നതിന് പകരം ക്രഷർ കോറി അത് തുടങ്ങുകയാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ആദ്യം തെക്കൻമല സംരക്ഷണ സമിതി എന്ന പേരിലും പിന്നെ മൊത്തം രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടി സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി എന്ന പേരിലും ഒരു സംഘടന ഉണ്ടാക്കി പ്രവർത്തിക്കുന്നത്. ഇത് ഞങ്ങൾ കൃത്യമായി പഠിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മനസ്സിലായ ഒരു സംഗതി, ഒന്നാമത് ഇവിടെ ക്രഷറും കോറിയും വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന പ്രദേശമായതുകൊണ്ട് ആവാസ കേന്ദ്രങ്ങൾക്ക് ഭീഷണിയാണ്. രണ്ടാമത്തെ പ്രശ്നം ശബ്ദപ്പൊടി മലിനീകരണം. മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു വമ്പിച്ച കുടിവെള്ള പ്രശ്നം ഇവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അതിൻ്റെ ഒക്കെ പുറമെ വരും തലമുറ നമ്മളോട് ഒരു പക്ഷേ ചോദിക്കും, നിങ്ങൾ ഇതിനു വേണ്ടി എന്തുകൊണ്ട് സമരം ചെയ്തില്ല? ഇത്ര നല്ലൊരു ഭൂപ്രദേശം അത് ഞങ്ങളെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിങ്ങൾ തിരിച്ചേൽപ്പിച്ചത്. ഇതാണ് ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. പരാതി ഞങ്ങൾ കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുത്തു. പക്ഷേ എല്ലായിടത്തും പരാതി കൊടുക്കുന്നിടത്തൊക്കെ പറയുന്നത് അവർ 100 മീറ്റർ 150 മീറ്റർ എന്നുള്ള അളവാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളെ വേവലാതി അതല്ല. അതായത് ഈ മലയുടെ ചെരുവ് അത്രയും ഉയരത്താണ് ഈ പറഞ്ഞ 100 മീറ്റർ എന്ന് പറയുന്ന ഒരളവ്. അവർ നിലത്ത് കൂടെ ഇങ്ങനെ ചെരിച്ചാണ് അളന്നിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞാൽ ശരിയാണ്. പക്ഷേ എയർ ലെവലിലാണെങ്കിൽ 100 മീറ്റർ 150 മീറ്റർ ഒന്നും ഇപ്പം കണ്ട കോളനിക്ക് അടിസ്ഥാനമായിട്ട് അത് വരില്ല. അപ്പോൾ ആ അളവ് പ്രകാരം ഞങ്ങളത് സമരം, ഇനിയിപ്പോൾ അളവ് എന്തോ ആയിക്കോട്ടെ, നിയമത്തിന് പറയുന്ന അളവാണെങ്കിൽ ഞങ്ങൾ പറയുന്ന മറ്റുള്ള എല്ലാ സമരം പോലെ തന്നെ, ഇപ്പോൾ കൂടംകുളം സമരം പോലെ തന്നെ എല്ലാ സമരം പോലെ തന്നെ ഞങ്ങൾ പറയുന്നത് ഞങ്ങളെ നിയമം നോക്കിയിട്ടല്ല. ഞങ്ങളെ ഭാവിയിൽ ഞങ്ങളെ മക്കളെ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്ത് നോക്കി നടക്കുകയായിരുന്നു ചോദിക്കുന്നതിന് ഉത്തരം കണ്ടിട്ട് ആ ഒരു രീതിയിൽ ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. എന്തു വില കൊടുത്തും ഈ നാട്ടുകാർ ഈ തെറ്റ് തിരുത്തണം. ഒരു മലയാകെ ചിതറിക്കഴിഞ്ഞാൽ ഈ ഗ്രാമമല്ല, ഒരു ശൃംഖലയിലെ പരിസ്ഥിതി ദുർബലപ്പെടും. ഇങ്ങനെ കഷ്ണങ്ങളായി മുറിച്ചു വിൽക്കേണ്ടതല്ല കേരളം.